എല്ലാവർക്കും നമസ്കാരം. പാചകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കോഫി ബൺ. കോഫി പ്രിയരായിട്ടുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന നല്ലൊരു ബണ്ണാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ട്സൈഡും സ്പോഞ്ചി ആയിട്ടുള്ള ഉൾഭാഗമുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബൺ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നിസ്സാര ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 205 മില്ലി ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 3/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 300 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അതായത് 2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആ ഒരളവിൽ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പാല് മുഴുവൻ ഈ പൊടിയിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കണം. 10-12 മിനിറ്റോളം നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ഈ മാവ് തുടക്കത്തിൽ കുറച്ച് ഒട്ടലുള്ള മാവായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് കുഴച്ചൊരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ വലിയ ഒട്ടലൊക്കെ മാറി വരാൻ തുടങ്ങും. ഇനി വെള്ളം കൂടുതലാണെന്ന് വിചാരിച്ച് നമ്മളിതിലേക്ക് അധികമായിട്ട് പൊടി ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ വെള്ളം കൂടുതലുള്ള മാവ് കൊണ്ട് നമ്മൾ ബ്രെഡും ബണ്ണൊക്കെ ഉണ്ടാക്കിയാൽ അത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. കാരണം അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് എയറി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടറിലേക്ക് യോജിപ്പിച്ച് കുഴയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് മാവ് ഇതുപോലെ വിട്ട് പോകും. അല്പസമയം നമ്മൾ ഇതുപോലെ കുഴച്ച് കഴിയുമ്പോഴേക്കും ഈ ബട്ടറൊക്കെ ഇതിലേക്ക് അബ്സോർബ് ആയിട്ട് മാവ് നല്ല സ്മൂത്തായി വന്നോളും. ഇപ്പോൾ മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. ബൗളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് മാവ് ഇറക്കി വയ്ക്കാം. ഇനി ഇത് മൂടി ഡബിൾ സൈസ് വരുന്നവരെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 50 ഗ്രാം ബട്ടർ ഒരേ സൈസുള്ള 10 പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഓരോന്നും 5 ഗ്രാം വീതം വരുന്ന പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുത്ത് ഒരേ വലുപ്പത്തിലുള്ള 10 പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഓരോന്നും ഏകദേശം 56 ഗ്രാം വീതം വരുന്ന കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. ഇനി ഇത് ഓരോന്നും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആക്കി വെക്കണം. ഇനി ഒരു കുറച്ച് സമയം നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. ഈ മാവൊന്ന് റിലാക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ച ആ മാവ് എടുക്കാം. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ആ തണുപ്പിച്ചിട്ടുള്ള ബട്ടറിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഫ്രീസ് ചെയ്യാനായിട്ട് ബട്ടർ മുറിച്ച് വെച്ചിരുന്നല്ലോ, ആ ഫ്രോസൺ ബട്ടറാണ് നമ്മളിതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കുക. ഇനി ഇത് ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബോൾസിലും ആ ബട്ടറിൻ്റെ ബ്ലോക്ക് വെച്ചിട്ട് ഇതേപോലെ ഈ ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഓരോ ബണ്ണിൻ്റെ ഇടയിലും കുറച്ച് സ്പേസ് ഉണ്ടാവണം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ഡബിൾ സൈസായി വരുന്നവരെ മാറ്റി വയ്ക്കണം. നോർമലായിട്ടുള്ള ബൺ നമ്മൾ ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സമയം വേണ്ടി വരും ഇത് ഡബിൾ സൈസായി കിട്ടാൻ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ ഫ്രോസൺ ബട്ടർ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു മാവും കൂടെ തയ്യാറാക്കാനുണ്ട്. ഒരു കുക്കി ഡോയും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ബൗളിൽ 2 ടീസ്പൂൺ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി വേറൊരു ബൗളിൽ
4 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. 60 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നെടുത്ത ശേഷം അത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഫിയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു മുട്ട ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത ഒരു മാവായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. പെട്ടെന്ന് തന്നെ കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടിക്കോളും. നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്നത് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്താൽ മതി കേട്ടോ. കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കാരണം ഇതിൽ ബട്ടറൊക്കെ ഉള്ള മാവായതുകൊണ്ട് ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ അത് കൂടുതലങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. ഇപ്പോൾ ഇവിടെ ബൺ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ നേരമാണ് മാറ്റി വെച്ചിരുന്നത്. തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരും. ഇതിന് മുകളിലായിട്ട് ആ കുക്കി ഡോ പൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്പൈറൽ ഷേപ്പിൽ ബണ്ണിൻ്റെ ഒരു 3/2 ഭാഗം കവറാകുന്നത് പോലെ ഇത് ചുറ്റി കൊടുക്കുക. നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാവ് മുഴുവൻ മെൽറ്റായിട്ട് ആ ബണ്ണിനെ മുഴുവൻ പൊതിഞ്ഞ് വരുന്ന പോലെ ആയി കിട്ടും. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബണ്ണുകൾക്ക് ഒന്നുകൂടി വലിപ്പം വെച്ച് വരും. ഈ ബണ്ണിന് നമ്മൾ മുകളിൽ ഇതുപോലെ ഒരു ടോപ്പിംഗ് കൊടുക്കുന്നത് കൊണ്ട് ഇത് വലിപ്പം വെച്ച് വരുന്നത് മുകളിലേക്കല്ല വശങ്ങളിലേക്കാണ്. അപ്പോൾ ഇവ തമ്മിൽ നല്ലൊരു അകലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് അടുത്തടുത്തായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടി അകലത്തിൽ വേണം ഇത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള OTGയിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള സമയം നമ്മുടെ ഓവൻ്റെ ടൈപ്പ് അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ OTG ഇല്ലാതെ ബ്രെഡും ബണ്ണും എങ്ങനെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ നമുക്കിത് സ്റ്റൗ ടോപ്പിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൂടിപ്പോയാൽ ഒരു 30 മിനിറ്റ് അത്രയും നേരം തണുക്കാനായിട്ട് വെച്ചാൽ മതി. ഇത് ഫ്രഷായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ ഇതിൻ്റെ പുറമേയുള്ള ക്രസ്റ്റ് കൂടുതലങ്ങ് സോഫ്റ്റായി പോകും. ഇതിന് പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഉള്ളിലാണെങ്കിൽ നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റാണ്. നല്ല രുചിയുള്ള ഒരു ബണ്ണാണ്. നല്ല കോഫിയുടെയും ബട്ടറിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവറുള്ള നല്ല രുചിയുള്ള ബൺ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.